ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് തയ്ക്കാനെടുത്തിരിക്കുന്നത് ഒരു സെമി സ്റ്റിച്ച്ഡ് ചുരിദാർ മെറ്റീരിയലാണ്. ആ മെറ്റീരിയലിൽ ഇതുപോലെ പൈപ്പിങ്ങും ബട്ടണും ഒക്കെ വന്നിട്ടുള്ള ഒരു നെക്കാണിത്. നമുക്കിതൊന്നും അഴിക്കാതെ തന്നെ വളരെ എളുപ്പത്തിൽ ഇതിലേക്ക് എങ്ങനെ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ സാറ്റിൻ തുണിയായിരുന്നു ലൈനിങ് പീസായിട്ട് ഉണ്ടായിരുന്നത്. ആ സാറ്റിൻ തുണി നെക്ക് കട്ട് ചെയ്തിട്ടില്ല, ബാക്കി എല്ലാം കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ വെക്കുകയാണ്. അടിയിൽ ലൈനിങ് വെച്ചിട്ട് മുകളിലേക്ക് നമ്മളുടെ നല്ല പീസ് എടുത്ത് വെക്കുകയാണ് കേട്ടോ. നെക്ക് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം നമുക്കിവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ടൊരു 1/4 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് അവിടെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. അതായത് നമ്മൾക്ക് തയ്ക്കാനുള്ള തയ്യൽ തുമ്പാണ് അവിടെ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. 1/4 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ അവിടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വരച്ചു കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തെളിച്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത വശം നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ. ഈ നല്ല തുണിയുടെ ഈ വലതുവശം എടുത്തിട്ട് ലൈനിങ് തുണിയുടെ ഇടതുവശത്തേക്ക് വെച്ചു. കണ്ടോ, ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കുക. എന്നിട്ട് സൈഡിലേക്ക് നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാം. ഇത് മാത്രമേ ഇതിൽ ശ്രദ്ധിക്കാനുള്ളൂ. കണ്ടോ, നമ്മുടെ നല്ല പീസിൻ്റെ വലതുവശം എടുത്ത് ലൈനിങ് പീസിൻ്റെ ഇടതുവശത്തേക്ക് വെക്കുമ്പോൾ ആ ലൈനിങ് പീസിൻ്റെ തയ്യൽ തുമ്പ് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. കണ്ടോ, അതുപോലെ അപ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ഇങ്ങനെ വരും. ഇതിപ്പോൾ ആ പൈപ്പിങ്ങിൻ്റെ മുകളിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചടിച്ചു കൊടുക്കുകയാണ്. അവിടെ കുറച്ച് ബട്ടൺസ് ഉള്ളതുകൊണ്ട് നമ്മൾ വളരെ പതുക്കെ നമുക്ക് അവിടെ അടിക്കാൻ പറ്റുള്ളൂ. അവിടെ ഒന്ന് ശ്രദ്ധിച്ചടിച്ച് ആ പൈപ്പിങ്ങിൻ്റെ മുകളിൽ കൂടി നമുക്കങ്ങ് അടിച്ചു പോവാം. നമ്മൾ നേരത്തെ ചെയ്ത മാർക്കിംഗ് അവിടെ ഉണ്ടല്ലോ, കറക്റ്റ് അതിൻ്റെ പുറത്തു കൂടിയാണ് ഈ അടിച്ചു പോകുന്നത്. ഇത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമ്മൾ അടിച്ചെടുത്തത്. ഉണ്ടോ, നമുക്കിതിപ്പോൾ നല്ല വൃത്തിയായിട്ട് നമുക്കിത് അടിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ പൈപ്പിംഗ് ഒന്നും അഴിച്ചിട്ടില്ല. വളരെ എളുപ്പത്തിൽ നമുക്ക് ആ പൈപ്പിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ടിരിക്കുന്ന രീതിയിൽ തന്നെ തയ്ച്ചെടുക്കാൻ പറ്റി. ഇനി നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു അടി കൂടി അടിച്ചു കൊടുക്കുകയാണ്. നമ്മളുടെ ആ ലൈനിങ്ങും അവിടെ ഉറച്ചിരിക്കുന്ന രീതി. പിന്നെ നമ്മൾ പൈപ്പിംഗ് വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു തയ്യൽ നമുക്ക് ഉണ്ടാവുമല്ലോ, അതുപോലെ അടിച്ചെടുത്തു. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നമുക്കത് തയ്ച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്